അപ്പോൾ ആദ്യം അവർ പറഞ്ഞു ഞാനൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ ഇവിടെ നിന്ന്. അയാൾ പറഞ്ഞു വേണ്ട വേണ്ട, ബ്രാഹ്മണന്മാർക്ക് ഭൂമി കൊടുക്കുന്ന പോലെ ഗിവ് മീ യുവർ ലോയൻസിന്. അപ്പോൾ അവർ വിചാരിച്ചു ഈ എക്സ്ക്യൂസ് വർക്ക് ചെയ്യുന്നില്ല, ലെറ്റ് മീ കം അപ്പ് വിത്ത് എ ഡിഫറെൻറ്റ് എക്സ്ക്യൂസ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ശുദ്ധതയില്ല, താങ്കൾ ബ്രാഹ്മണനല്ലോ, ഞങ്ങൾക്ക് ശുദ്ധതയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു അല്ല നോക്കൂ, ഇതൊക്കെ ചുമ്മാ ഉണ്ടാക്കി വെച്ച റൂൾസ് ആണ്, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. ഫൈനലി ഈ സ്ത്രീ പറയുന്നത് എന്താണ്, ഞാൻ കള്ളും കുടിക്കും ബീഫും കഴിക്കും, അതുകൊണ്ട് താങ്കൾ എൻ്റെ അടുത്ത് വരരുത്. ബ്രാഹ്മണൻ ഉത്തരത്തിൽ പറയുന്നത് എന്താണ്, ഹി സേസ് I only worship the cow, you eat the whole cow, you must be purer than me. ഞാൻ പശുവിനെ പൂജിക്കുന്നു, നിങ്ങൾ പശുവിനെ കഴിക്കുവാണ്, എന്നെക്കാട്ടി ശുദ്ധത നിങ്ങൾക്കാണ്. ഇറ്റ്സ് ക്വൈറ്റ് എ ഫണ്ണി സ്റ്റോറി. അത് ഒറിജിനലി കഥയിൽ വന്നത് രവിവർമ്മയുടെ മദറിൻലോയുടെ ഒരു സെർവൻറ്റിനെയാണ് കൊന്നത്. അത് കൊന്നത് എങ്ങനെയാണ്, വലിയൊരു ചക്ക എടുത്ത് വയറ്റത്തടിച്ച് അങ്ങനെയാണ് കൊന്നത്. സോ ഇറ്റ് വാസ് ദ ജാക്ക് ഫ്രൂട്ട് മർഡർ ഓഫ് 1862. നമ്മളെങ്ങനെ ഞാൻ ഏതാണ്ട് വലിയ എടുത്താ പൊങ്ങാത്ത സാധനമാണ്, ഭയങ്കര ഒരു സീരിയസ് ആളാണെന്നൊക്കെ. മൈ ജോലി ഈസ് സീരിയസ്, മൈ റൈറ്റിംഗ് ഈസ് സീരിയസ്, പക്ഷെ ദാറ്റ് ഡസ് നോട്ട് മീൻ ഐ ഹാവ് ടു ബി സം ഭയങ്കര മസിൽ പിടിച്ച് നടക്കുന്ന ഒരാളെ പോലെ നടന്നിട്ട് കാര്യമില്ല. ദർ ഈസ് ഹ്യൂമർ ഇൻ ലൈഫ്, ദർ ഈസ് ഫൺ ഇൻ ലൈഫ്. ഹിസ്റ്ററി ഇറ്റ്സെൽഫ് ടീച്ചേഴ്സ് യു ദാറ്റ്. നോ, ഹിസ്റ്ററിയിലും ഇന്നുള്ള പോലെ തന്നെ ട്രാജഡി ഉണ്ട്, കോമഡി ഉണ്ട്, വയലൻസ് ഉണ്ട്, ഇല്ലിസിറ്റ് റിലേഷൻഷിപ്സ് ഉണ്ട്, ഇതെല്ലാം നടക്കുന്ന സംഭവമാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞ ഈ മീ ടൂവിൻ്റെ ഒക്കെ കഥകൾ വന്ന സമയത്ത് ഐ വാസ് ഇൻ ലണ്ടൻ. ദർ വാസ് വൺ കേസ് അബൌട്ട് സം ഡിപ്ലോമാറ്റ്, ഏതോ ഒരു അറബ് കൺട്രിയിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ മോടെ ഫ്രണ്ട് എന്തോ വന്നപ്പം ഹീ ട്രൈ ടു മൊലെസ്റ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഡിഫെൻസ് ഇതാണ്, ഞാൻ ബാത്റൂമിലേക്ക് പോകുന്ന വഴി അറിയാതെ കാല് തെറ്റി മേളിലോട്ട് വീണതാണ്. വാട്ട്സ് ഫണി ഈസ് 18th century 200 വർഷങ്ങൾക്ക് മേളിൽ പൂനെയിലെ പോലീസ് റെക്കോർഡ്സ് നമ്മൾ നോക്കിയാൽ അതിനകത്ത് ഇതുപോലൊരു കഥയുണ്ട്. ഒരു ഫാദറിൻ്റെ ഒരു ഡോട്ടർ ഇൻ ലോ വന്ന് മൊലെസ്റ്റ് ചെയ്തപ്പം അത് കേസായിട്ട് പേഷ്വായുടെ കോർട്ടിൽ പോയപ്പോൾ അയാളും ഇത് തന്നെയാണ് പറഞ്ഞത്, ഞാനേ ബാത്റൂമിലേക്ക് പോകുന്ന വഴി അറിയാതെ വീണതാണ്. സോ യു സീൻ ദ സെയിം പാറ്റേൺസ്, ദ സെയിം സ്ലൈറ്റ്ലി ഫണി തിങ്സ് ഹാപ്പനിങ് 200 years ago, 200 years later. ഹിസ്റ്ററിക്കകത്തും ഉണ്ട്, നമുക്ക് ചിരിക്കാവുന്നതും കുറേ ഉണ്ട്, കരയാവുന്നതും ഉണ്ട്, സീരിയസ് ആയിട്ടുള്ളതും ഉണ്ട്, പല പല ഭാവങ്ങളും കൂടെ അരിച്ചു ചേർത്ത് വെച്ചിരിക്കുന്ന സംഭവം തന്നെയാണ് ഹിസ്റ്ററി. ജസ്റ്റ് as our lives are complicated, the past is also complicated. അപ്പോൾ അതുകൊണ്ട് as I said, I do my research seriously, but that doesn't mean I take myself as some kind of super serious thing. മാത്രമല്ല, we are nobody is infallible. നമ്മൾ എല്ലാവർക്കും തെറ്റും പറ്റാം, നമ്മുടെ പെർസ്പെക്റ്റീവ്സ് മാറാം. So again, don't take anything you write as if it's the gospel truth. In 5 years you may be wiser and take a different approach to the same thing. So about how history evolves. ഇപ്പോൾ ഈ ഒരു റോയൽസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നാഷണലിസ്റ്റിക് കാഴ്ചപ്പാട്, ഹൗ ഇറ്റ് ഹസ് ഇവോൾവ്. ഇപ്പോൾ സായജി റാവു ഗൈക്വാഡൊക്കെ ഒരു സോർട്ട് ഓഫ് ഒരു നാഷണലിസ്റ്റിക് ഐക്കണായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വി കെയിം ടു നെഹ്റു. And he said there may be good men, but the system has to change എന്നുള്ള രീതിയിൽ വന്നു. And then there was Indira Gandhi who actually questioned what have these Maharajas done. So how and why did such an evolution take place? ഈ ഒരു എന്താ as champions of nationalism എന്നൊക്കെ പറയുന്നത്, how did the evolution happen? ഒന്നാമെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യയുടെ 40% ഭരിച്ചുകൊണ്ടിരുന്നത് ഈ നാട്ടുരാജാക്കന്മാരാണ്. അപ്പം ദേ ഹാഡ് എൻ ഇൻട്രസ്റ്റ് ഇൻ പ്രിസർവിങ് ദംസെൽസ്. അവരും പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ് ആണ്, പൊളിറ്റിക്കൽ സ്പേസസ് ഭരിക്കുന്ന പൊളിറ്റിക്കൽ ആക്ടേഴ്സ് ആണ്. ബ്രിട്ടീഷുകാർ അവരെ കാരിക്കേച്ചർ ചെയ്ത് കാണും, പക്ഷെ ദേ വർ പൊളിറ്റിക്കൽ ഫിഗേഴ്സ് അന്നത്തെ കാലത്ത്. സോ ദേ ഹാഡ് എൻ ഇൻസെൻറ്റീവ് ഇൻ പ്രിസർവിങ് ദ പൊളിറ്റിക്കൽ സ്പേസ്. അപ്പോൾ അവർ കോൺഗ്രസ് പാർട്ടി ഉണ്ടായത് 1885 ആദ്യത്തെ കുറേ വർഷങ്ങളില്ല, കുറേ ഡെക്കേഡ്സിന് വേണ്ടി കോൺഗ്രസിന് ഒരുപാട് ബിഹൈൻഡ് ദ സീൻസ് ഫണ്ടിങ് കൊടുത്തുകൊണ്ടിരുന്നത് ഈ രാജാക്കന്മാർ. അത് നോട്ട് നെസസറിലി ബിക്കോസ് ദേ നാഷണലിസ്റ്റ്, നോട്ട് നെസസറിലി ദേ ബിലീവ് ദറ്റ് ഇന്ത്യ ഹാസ് ടു ബിക്കം വൺ നേഷൻ ഓഫ് എനിത്തിങ്, ബട്ട് ബിക്കോസ് കോൺഗ്രസ് ബ്രിട്ടീഷുകാരെ അനോയ് ചെയ്യുന്നു. അതുകൊണ്ട് മൈ എനിമീസ് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന പോലാണ്. നിങ്ങൾ അവരെ കുത്തുന്നു, അതുകൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ സപ്പോർട്ട് തരാം, കാരണം അല്ലെങ്കിൽ അവർ ഞങ്ങളെ കുത്താൻ വരും. ഇറ്റ് വാസ് എ വെരി സെൽഫ് ഇൻട്രസ്റ്റഡ് കൈൻഡ് ഓഫ് ഡിസിഷൻ ദാറ്റ് വാസ് ദെയർ. ഒരുപാട് രാജാക്കന്മാരോട് ബ്രിട്ടീഷുകാർ പറയുന്നുണ്ട് ഡു നോട്ട് ഗിവ് ടു ദ കോൺഗ്രസ്, ഡൊണേഷൻസ് നിർത്തണം. അപ്പോൾ അവർ സീക്രറ്റ്ലി കൊടുക്കും. ഇപ്പം ഞാൻ പഠിച്ച ഫെർഗുസൺ കോളേജ് ഇസ് റൺ ബൈ ദ ഡെക്കൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഏർലി 1900s ഒരുപാട് റെവല്യൂഷണറീസ്, ബോംബ് എറിയുന്ന തോക്കും കൊണ്ട് നടക്കുന്ന റെവല്യൂഷണറീസ് വന്ന് പഠിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഈ ഡെക്കൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്കും ഈ പ്രിൻസസ് ഇതുപോലെ ഡൊണേഷൻസ് കൊടുത്തോണ്ടിരിക്കും. ഇറ്റ്സ് എ സിഗ്നൽ ദാറ്റ് ലുക്ക് വി കാൻ സേ ടു ദ ബ്രിട്ടീഷ് ബട്ട് വി വിൽ സപ്പോർട്ട് യു ഇൻ ആൻറ്റി ബ്രിട്ടീഷ് ആക്ടിവിറ്റി. അത് ആക്ച്വലി 1930s വരെ ഉണ്ട്.
1949 പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സർദാർ വല്ലഭായ് പട്ടേൽ 1929 മൈസൂരിൽ ഒരു സ്പീച്ചിൽ പറയുന്നുണ്ട്, മൈസൂരിലെ ജനതയ്ക്ക് മൈസൂർ രാജാവിന് ഇഷ്ടമില്ലെങ്കിൽ അത് ജനതയുടെ കുഴപ്പമാണ്, രാജാവ് നല്ല മനുഷ്യനാണ്. അയാൾ തന്നെയാണ് 20 വർഷം കഴിയുമ്പം ആ സ്റ്റേറ്റ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, ബിക്കോസ് എ ഷിഫ്റ്റ് ഹാഡ് ടേക്കൻ പ്ലേസ്. 1930s വരെ ഗാന്ധിജി വാസ് എക്സ്ട്രീംലി റിലക്റ്റന്റ് ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. എന്താണ്, ഗാന്ധിജി വാസ് കൺസർവേറ്റീവ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റിലെ ദിവാനാണ്, അദ്ദേഹം ജനിച്ചത് ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ്. സോ ഹി വാസ് ഓൾസോ എക്സ്ട്രീംലി റെസ്പെക്ട്ഫുൾ ടു ദ രാജാസ്. പിന്നെ ഒരുപാട് പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ they used to rule well. അപ്പം മൈസൂരിൽ വലിയ ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സ്, വൺ ഓഫ് ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് ഡാംസ്, അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ്, ഗോൾഡ് മൈനിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. ട്രാവൻകോറിൽ അവർ പറയുന്ന അവരുടെ എഡ്യൂക്കേഷൻ വാസ് വെരി ഗ്രേറ്റ്, ട്രേഡ് വാസ് വെരി ഹൈ. ബറോഡയ്ക്ക് അതിൻ്റെതായ ഒരു പ്രോഗ്രസീവ് ഇൻ കോട്ട്സ് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ലോട്ട് ഓഫ് നാഷണലിസ്റ്റ് ലുക്ക്ഡ് അറ്റ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആൻഡ് സെഡ് the princely states are not backward. They prove that Indians can govern themselves without British assistance. But that's where the compact between the nationalists and the princely states took place. But in 1930s ഒക്കെ ആയപ്പോഴേക്കും that started changing. ഇപ്പം ട്രാവൻകൂറിലെ എക്സാമ്പിൾ തന്നെ എടുത്താൽ സ്റ്റേറ്റ് കോൺഗ്രസ് ഉണ്ടായി. അവർ ഏർലിയർ നായേഴ്സ് വേഴ്സസ് ഈഴവാസ് വേഴ്സസ് ക്രിസ്ത്യൻസ് എന്നൊക്കെ ഉള്ള ഒരു പോളിറ്റിക്സ് മാറി ഒരു ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ കോമൺ അംബ്രേലയുടെ അടിയിൽ വന്നിട്ട് ആന്റി രാജാവായിട്ട് മാറി. സെയിം തിങ് ഹാപ്പൻസ് ഇൻ മൈസൂർ ആൻഡ് അതർ സ്റ്റേറ്റ്സ്. ആ സമയത്ത് രാജാവ്സ് ബിക്കം മോർ റിപ്രസീവ്. അപ്പം മൈസൂരിലെ സൗതേൺ ജലിയൻവാല ബാഗ് എന്ന് പറയുന്ന വിദുരസ്വത്ത മാസക്കർ നടക്കുന്നു, ട്രാവൻകൂറിലെ പുണ്ണാപ്ര വയലാർ നടക്കുന്നു. അപ്പം രാജാക്കന്മാർ സ്വന്തം പ്രജയെ വെടിവെച്ച് തുടങ്ങുന്ന സമയത്ത് ദേ ലൂസ് മോറൽ ലെജിറ്റിമസി. ആ സമയത്താണ് വേൾഡ് വാർ ടൂവും നടക്കുന്നത്. അപ്പം ദ ഹോൾ മാപ്പ് ഓഫ് ദ വേൾഡ് ഇസ് ചേഞ്ചിങ്, ദ ഹോൾ ഇക്കോ സിസ്റ്റം ഇസ് ചേഞ്ചിങ്. ഫൈനലി പാർട്ടിഷൻ വരുന്നു. പാർട്ടിഷൻ വന്നിട്ട് ഇറ്റ്സ് സച്ച് എ ഷോക്ക് ടു ഇന്ത്യ that the Indian government is not willing to allow any such loose floating princely states. They have to be brought forcefully into the union. അവിടെയാണ് രാജാക്കന്മാരുടെ ഹിസ്റ്ററി അങ്ങനെ നിൽക്കുന്നത്. പക്ഷേ they were still given their privy purses, they were still given their privileges, essentially as a consolation. ഇപ്പം തിരുവിതാംകൂർ 9 crores ആണ് among India's top 5 in terms of revenue. അത്രയും ആണ് ഗവൺമെന്റിന് കൊടുക്കുന്നത് ടെറിട്ടറി. ഇൻ റിട്ടേൺ യു ആർ ഓൺലി പേയിങ് 18 lakhs to the Raja. അതൊരു സ്മോൾ ബാർഗൻ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ കാലം ആകുമ്പോഴേക്കും ദ സെയിം മണി ഇസ് ബീങ് യൂസ്ഡ് ബൈ ദ രാജാസ് ടു ഫണ്ട് ഓപ്പോസിഷൻ പാർട്ടീസ്. പണ്ട് ബ്രിട്ടീഷുകാരെ കുത്താൻ വേണ്ടി രാജാക്കന്മാർ കോൺഗ്രസിന് പൈസ കൊടുത്ത പോലെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ കോൺഗ്രസിനെ കുത്താൻ വേണ്ടി സ്വതന്ത്ര പാർട്ടിക്കും ജനസംഘിനും ജനസംഘിന്റെ ആൻസെസ്റ്റേഴ്സിനും അവർക്കൊക്കെ ഇങ്ങനെ പൈസ കൊടുക്കുന്നു. അപ്പോഴാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞ സോഷ്യലിസം കൊണ്ടുവന്ന് രാജാക്കന്മാർ ദാരിദ്ര്യമൊക്കെ ഉള്ള രാജ്യത്തിൽ രാജാക്കന്മാർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യലിസത്തിന്റെ പേരിൽ she cuts the privy purses. In reality, that was also politics. Okay, so this question just comes to me when I look at all of them. ഇവരിൽ ഒരുപാട് പേര് സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു. So how did you evolve from a 19-year-old storyteller, or a 19-year-old who wanted to tell a story? അവിടുന്ന് how did you track your education, your career to this arc? It's actually an interesting question. 19ൽ as you know കുട്ടിയായിരുന്നു. Now I'm 32, so many years have passed. താടിയൊക്കെ നരച്ചു തുടങ്ങി. പക്ഷേ it's not a കുട്ടി anymore. But the thing is, everything was oriented around the book. ആദ്യത്തെ പുസ്തകം 6 വർഷം എടുത്തുകൊണ്ട് ഞാൻ എല്ലാം ചെയ്തത് whatever പുസ്തകം needed is the things I did. അപ്പം പുസ്തകം സൈഡ് നാഷണൽ ആർക്കൈവ്സ് ഡൽഹിയിൽ പോകണമെങ്കിൽ 1 വർഷം പോയി ഡൽഹിയിൽ ജോലി ചെയ്തു. ആ സമയത്ത് ഐ വാസ് വർക്കിംഗ് വിത്ത് MP ഫോർ ട്രിവാൻഡ്രം. അപ്പം കേരള സ്റ്റേറ്റ് ആർക്കൈവ്സിലും വന്ന് ജോലി ചെയ്തായിരുന്നു. പിന്നെയും ലണ്ടനിൽ പോകണമെന്ന സമയമായപ്പോഴേക്കും ഐ വെന്റ് ആൻഡ് ഫൗണ്ട് എ ജോബ് ഇൻ ലണ്ടൻ. തിരിച്ച് ലണ്ടനിലേക്ക് പോയി. അങ്ങനെ ഇറ്റ് വാസ് ദ ബുക്ക് ദാറ്റ് ഡിറ്റർമിൻഡ് ഓൾ മൈ കരിയർ മൂവ്സ്. ആൻഡ് ദെൻ ആഫ്റ്റർ 6 years ദ ബുക്ക് ഗോട്ട് ഡൗൺ. പിന്നെ അഗൈൻ ഐ വർക്ക് ഫോർ സം ടൈം. 2ാമത്തെ പുസ്തകം എഴുതി. ഇപ്പം PhD ജസ്റ്റ് തീർത്തു. 2-3 ദിവസം കൊണ്ട് സബ്മിറ്റ് ചെയ്തേ ഉള്ളൂ. So I've kept things happening on the side, പക്ഷേ it's also things that allow me to do my research, allow me to do my writing. അതാണ് പ്രധാനം മെയിൻലി. ബാക്കിയെല്ലാം ഒരു സബ്സിഡിയറി ആക്ടിവിറ്റീസ് എന്നുള്ള രീതിയിലാണ്. എഴുത്ത് തന്നെയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. And once you're committed to something, there's no way you can escape it. So I've decided this is what I'm going to do, this is what I'm going to do. And how did your family take it initially? I mean, when you were young? Not too badly actually. Luckily my parents have never been the time to force feed anything. ഒരിക്കലും എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നോ ഇത് പഠിക്കണമെന്നോ അത് പഠിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. Whatever I wanted to do, I could do. So long as we did it decently and we didn't waste anybody's money and all that, that was okay. അപ്പം എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, എനിക്ക് മാസ്റ്റേഴ്സിന് വേണ്ടി ഐ വാണ്ടഡ് ടു ഗോ ടു ലണ്ടൻ എന്ന് പറഞ്ഞ് ഐ ടോൾഡ് മൈ ഫാദർ ഇങ്ങനെ നല്ലൊരു കോഴ്സ് കിട്ടിയിട്ടുണ്ട്, ഐ അപ്ലൈഡ് ഫോർ ഇറ്റ്, അഡ്മിഷനും കിട്ടി. നൗ യു ഗിവ് മീ ദ മണി ടു ഗോ ആൻഡ് സ്പെൻഡ് ഇൻ ലണ്ടൻ.
അപ്പോൾ അച്ഛനോട് പറഞ്ഞത് ഡിഗ്രി കിട്ടുകയും ചെയ്തു, ഡിസ്റ്റിങ്ഷനും കിട്ടി. പക്ഷേ മൈ ഉദ്ദേശം വാസ് ടു ഗോ ആൻഡ് യൂസ് ദി ആർക്കൈവ്സ് ഇൻ ലണ്ടൻ. അപ്പം 20 വയസ്സിൽ യു കാൻ ടെൽ യുവർ പേരൻസ് എനിക്ക് ഇതാ ഇത്രയും ലക്ഷം രൂപ വേണം ആർക്കൈവ്സിൽ പോയിരിക്കാൻ, ദേ വിൽ നോട്ട് ഗിവ് യു ദ മണി. അപ്പം ഞാൻ സൈഡ് ഓക്കെ എനിക്ക് പഠിക്കാൻ പോകണം, ഞാൻ നല്ലതായിട്ട് മാർക്സും വാങ്ങിക്കാം, പക്ഷേ അതിൻ്റെ സൈഡിൽ ഐ വെന്റ് ആൻഡ് ഡിഡ് മൈ റിസർച്ച്. ദെർ വാസ് എ ലോട്ട് ഓഫ് വർക്ക് ഇൻ ദ സെൻസ് ദറ്റ് ഉറക്കമില്ലായിരുന്നു. അപ്പം ക്ലാസ് കഴിഞ്ഞ ഉടനെ ആർക്കൈവ്സിലേക്ക് ഓടുക, വീക്കെൻഡ്സിലൊക്കെ പിന്നെ ആർക്കൈവ്സിൽ പോയി കുത്തിയിരിക്കുക. പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് ഐ യൂസ് ടു വർക്ക് ഇൻ പാർലമെന്റ്, ഡൽഹിയിലും ലണ്ടനിലും. സോ ഇൻ ബോത്ത് കേസസ് ഐ വുഡ് ബി വർക്കിംഗ് ടിൽ അബൌട്ട് 9 in the evening. തിരിച്ച് വന്നിട്ട് 3 മണി വരെയൊക്കെ ഇരുന്നാണ് എഴുതുന്നത്. സോ ഇറ്റ്സ് wrecked my sleep since then. Even now I don't sleep very well because of that early ആ ഒരു താളം തെറ്റിയതുകൊണ്ട്. പക്ഷേ that's how I got it done. അല്ലെങ്കിൽ it would not have been possible. There were moments of frustration, but we all have them in all our professions. There's nothing special about it. So it's actually a long story of very hard work, like, but thankfully which you enjoyed and which we all enjoy now. Yeah, I mean, nothing comes without hard work, no? That's the basic fact. But if you can align your hard work to something that interests you, that's even better, because the interest becomes a kind of electrifying force behind the hard work. Then hard work doesn't feel like work, it's just something you have to do because you have to do it. It's something, it takes a life of its own. It then gets out of your hands and you become a kind of instrument for that force that's propelling you towards the work. So I don't know how healthy it is, but it certainly worked for me. Okay, back to the book. ഈ വ്യാജസഖ്യങ്ങളിൽ ഇൻ അഡീഷൻ ടു ദി റോയൽസ് ഇതുപോലെ തന്നെ ഒരുപാട് ബ്യൂറോക്രാറ്റ്സിൻ്റെ കാര്യങ്ങളും അന്നത്തെ ബ്യൂറോക്രാറ്റ്സിൻ്റെ കാര്യങ്ങളും മെൻഷൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ടി മാധവ് റാവു. അപ്പം ഹി വാസ് ഓപ്പൺലി അഡ്മയറിങ് ഓഫ് ദ ബ്രിട്ടീഷ്, അല്ലേ? ഇപ്പോൾ റെയിൽവേയുടെ കാര്യത്തിലുമൊക്കെ ഹി വാസ് വെരി ഹി ഹാഡ് എ വെരി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദം. അപ്പോൾ അതിലൊരു ഇപ്പോഴും ചിലപ്പോൾ ഇവിടുത്തെ സിവിൽ സർവൻസിൽ കാണാവുന്ന ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ സീഡ് ഉള്ള പോലെ തോന്നി. അതായത് ഒരു ദോസ് ഇൻ പൊസിഷൻസ് ഓഫ് പവർ, അന്ന് രാജാക്കന്മാർ, ഇപ്പോഴാണെങ്കിൽ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്, അവരുടെ അടുത്തുള്ള ചെറിയൊരു ഡിസ്ഡെയിനും ആൻഡ് മെറിറ്റോക്രസിയിലുള്ള ഒരു പൂർണ്ണമായ ആബ്സല്യൂട്ട് ഫെയ്ത്തും, ഇത് രണ്ടും. സോ ആ ഒരു കണക്റ്റീവ് ടിഷ്യൂ, ഡിഡ് യു ബ്രിങ് ദാറ്റ് ഔട്ട് ഇന്റൻഷനലി ഓർ ഡിഡ് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ? No, I find bureaucracy very interesting. കാരണം bureaucracy എന്ന് പറയുന്നതും ഒരു ഇന്ത്യൻ ബ്യൂറോക്രസി ആണെങ്കിലും അന്ന് ഇന്ത്യൻ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. അപ്പം നമ്മൾ ട്രാവൻകോട് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ there's a constant reference to foreign divans, foreign bureaucrats. ഈ ഫോറിൻ എന്ന് പറയുന്നത് വെള്ളക്കാരല്ല. തഞ്ചാവൂരിൽ നിന്ന് വന്ന മഹാരാഷ്ട്രൻ ബ്രാഹ്മിൻസിനെ പറ്റിയാണ് ഈ പറയുന്നത്. അവരാണ് ഫോറിനേഴ്സ്. അപ്പോൾ ഈ ലേറ്റ് 19th centuryയിൽ നാഷണലിസം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി വന്നിട്ടില്ല. 1857 ഒരു വയലന്റ് റിബെല്യൻ ഉണ്ടായി, അതിനെ ബ്രിട്ടീഷുകാർ തകർത്തി. അപ്പോൾ അത് കഴിഞ്ഞ് നാഷണലിസം ഹാഡ് ടു ബി കോൺഷ്യസ്ലി കൺസ്ട്രക്റ്റഡ്. അപ്പം മാധവറാവ് വരുന്നത് എല്ലാവരും പറയുന്നത് ഇയാൾ ഫോറിൻ ദിവാന, ഇയാൾ ഞങ്ങളുടെ ആളല്ല, ഇയാൾ തഞ്ചാവൂരിൽ നിന്ന് വന്ന മറാഠി സംസാരിക്കുന്ന ഇയാൾ എങ്ങനെ തിരുവിതാംകൂറിലെ ദിവാനായി എന്നുള്ള ചോദ്യമാണ് വരുന്നത്. So bureaucrats had to use nationalism as a gel to build things together, to bring things together, and they therefore formed a loyalty of their own. അവർക്കും ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ മാധവ് സാറുടെ ഒരു ലെറ്റർ ഉണ്ട്, അദ്ദേഹം ശേഷയ്യ ശാസ്ത്രിക്ക് എഴുതുന്നത്. പുതുക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ദേ വാണ്ടഡ് ശേഷയ്യ ശാസ്ത്രി ടു ഗോ എസ് ദിവാൻ. ശേഷയ്യ ശാസ്ത്രിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ മാധവരാവ് പറഞ്ഞു, നോക്കൂ, പുതുക്കോട്ട നീഡ്സ് എ ഗുഡ് ദിവാൻ, യു ആർ അവൈലബിൾ, ഇറ്റ് ഇസ് യുവർ ഡ്യൂട്ടി ടു ഗോ ബിക്കോസ് വി ആർ ഫെലോ ഇന്ത്യൻസ് ആൻഡ് വി നീഡ് ടു help out an Indian princely state in its time of need. So there was a construction of nationalism consciously, or intellectual case, a moral case for nationalism that was being built in that period. അതിനകത്ത് ഈ ബ്യൂറോക്രാറ്റ്സ് ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ശരിയാണ്, ബ്യൂറോക്രാറ്റ്സിന്റെ അന്നത്തെ ഒരു ടെൻഡൻസി എന്ന് വെച്ചാൽ പവർ നമ്മുടെ കയ്യിലാണെങ്കിൽ രാജാവ് ഒരു ഫിഗർ ഹെഡിനെ പോലെ അവിടെ ഇരുന്നോണം, ഞങ്ങൾക്കറിയാം, ഞങ്ങളാണ് എക്സ്പേർട്സ് എന്നുള്ള ഒരു ഇത്. ദ ഫേമസ് കേസ് ഇസ് മൈസൂറിൽ ദ ഫേമസ് സർ എം വിശ്വേശ്വരയ്യ. അദ്ദേഹം ആ കോർട്ടിൽ നിന്ന് റിസൈൻ ചെയ്തത് 1920s റിസർവേഷൻ്റെ ക്വസ്റ്റ്യനാണ്. രാജാവ് പറഞ്ഞു റിസർവേഷൻ വേണം, കാരണം ഇത്രയും കമ്മ്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്, ഓരോരുത്തർക്കും ഫെയർ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ രീതിയിലാണ് രാജാവിൻ്റെ പൊസിഷൻ. ഇയാൾ പറഞ്ഞു അല്ല, മെറിറ്റോക്രസി മാത്രം, നല്ല മാർക്സ് ഉള്ളവരും മുമ്പിൽ ടാലന്റ് ഉള്ളവരും പറ്റുള്ളൂ. പക്ഷെ ടാലന്റ് ഇസ് എ കോംപ്ലിക്കേറ്റഡ് തിങ്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം 2000 സ്റ്റുഡൻസ് ഗ്രാജുവേറ്റ് ആവുന്നുണ്ടെങ്കിൽ 1700 ബ്രാഹ്മിൻസ്. അപ്പോൾ അത് കാസ്റ്റ് ആക്സസ് ആണ്, അത് ടാലന്റ് അല്ല. അത് നിങ്ങളുടെ നെറ്റ്വർക്ക്സ് കൊണ്ട് നിങ്ങൾക്ക് അത്രയും ആക്സസ് കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പം മഹാരാഷ്ട്രയിലെ ഷാഹു ഓഫ് കോലാപൂർ, അദ്ദേഹത്തിനെ പറ്റി ചിലർ പറയും ഹി വാസ് ആന്റി കോൺഗ്രസ്. He was anti-Congress, but that's because Maharashtra Congress was dominated by Brahmins.
ആൻഡ് അദ്ദേഹം പറഞ്ഞത് ഐ എം നോട്ട് ഗോയിങ് ടു സപ്പോർട്ട് എ ബ്രാഹ്മിൻ പാർട്ടി. ആൻഡ് അദ്ദേഹം പുട്ട് റെസർവേഷൻസ് ഫോർ നോൺ ബ്രാഹ്മിൻസ് ഇൻ ദ ഗവൺമെന്റ് ഓഫ് കോലാപൂർ. അതൊന്നും കോൺഗ്രസ്സുകാർക്ക് അന്ന് പിടിച്ചില്ല, കാരണം കോൺഗ്രസ് വാസ് ഇൻ ദോസ് ഡേയ്സ് ബ്രാഹ്മിൻ ഡോമിനേറ്റഡ്. അപ്പം ഇറ്റ്സ് ട്രൂ, ഈ ബ്യൂറോക്രാറ്റ്സിന്റെ കുറച്ചൊരു ഞങ്ങളാണ് ഭരിക്കുന്ന റൂളിംഗ് ക്ലാസ്. വി വോണ്ട് ദ ബ്രിട്ടീഷ് ടു ലീവ് and we will take the place of the British as an elite patriarchal ruling class. Almost ഒരു paternal ആയിട്ട് രാജ്യം ഭരിക്കാം എന്നുള്ള സിറ്റുവേഷൻ ആണ്. ഇവർക്കാർക്കും മാസ് ഡെമോക്രസിയിൽ ബിലീഫ് ഇല്ലായിരുന്നു. ഇറ്റ് വാസ് ദാറ്റ് വി നോ ബെറ്റർ ഫോർ യു, വി വിൽ ടീച്ച് യു. You know, we are brown people who've learned how to rule and we will therefore teach you how to be, how you should run your states എന്നുള്ള അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. പക്ഷേ ലോട്ട് ഓഫ് രാജാസ് റെസിസ്റ്റഡ് ദാറ്റ്. ഇപ്പം ട്രാവൻകൂറിൽ തന്നെ ആയില്യം തിരുനാൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും മാധവറാവ് ബിക്കേം ടു പവർഫുൾ. മാധവറാവും ബ്രിട്ടീഷുകാരും രണ്ടുപേരും കൂടെ ചേർന്നാണ് ആ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ആയില്യം തിരുനാൾ സെഡ് നത്തിങ് ഡൂയിങ്, യു ലീവ് നൗ ബിക്കോസ് ഐ എം ദ രാജ. ഇയാൾക്ക് വേണേൽ വേറെ എവിടെയെങ്കിലും ജോലി കിട്ടും, എനിക്ക് കിട്ടില്ല, എനിക്ക് ഒറ്റ രാജ്യമേ ഉള്ളൂ, അതുകൊണ്ട് ദ ദിവാൻ ഹാസ് ടു ഗോ, ഐ വിൽ സ്റ്റേ. And this is a recurring pattern with divans and rajas. The divan gets too popular, too powerful, and the raja starts getting a bit upset and nervous. So അതുപോലെ ഈ നമ്മളുടെ ഐവറി ത്രോണിന് ശേഷം യു ഹവ് റീവിസിറ്റഡ് ദ ട്രാവൻകൂർ റോയൽ ഫാമിലി ഇൻ ഇതിൽ ആ പ്രിൻസസസ് ആൻഡ് കൺസോർട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അല്ലേ. സോ ഈ ഒരു ഇൻ്റർവെൽ വാട്ട് ഇഫ് എനിത്തിങ് ഹാസ് ചേഞ്ച്ഡ്, ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ആളുകളെയും കുറിച്ചുള്ള മനുവിൻ്റെ കാഴ്ചപ്പാടിൽ എന്ത് ചേഞ്ചാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ? കാഴ്ചപ്പാടിലല്ല, മെയിൻലി ഞാൻ അതിനെപ്പറ്റി പിന്നെ എഴുതിയത് പുതിയ എവിഡൻസ് എനിക്ക് കിട്ടി. അപ്പം ചില പുതിയ ഡയറീസ് ഒക്കെ, ഐ വാണ്ടഡ് ദാറ്റ് ടു ബി ഇൻ ദ പബ്ലിക് ഡൊമൈൻ. പിന്നെ സം ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. ഇപ്പം രാജാ രവിവർമ്മ എന്ന കലാകാരനെ പറ്റി എല്ലാവർക്കും അറിയാം. മോസ്റ്റ് പീപ്പിൾ, അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിന് പോലും അറിയത്തില്ലായിരുന്നു ദാറ്റ് ഹിസ് ഫാദർ ഇൻ ലോ, ഭാര്യയുടെ അച്ഛൻ, ഒരു മർഡർ കേസിൽ 1862 ജയിലിൽ പോയി കിടന്ന ആളാണെന്ന്. അത് ഞാൻ ആദ്യം അതിനെപ്പറ്റി എഴുതിയപ്പോൾ എവറിബഡി വാസ് ലൈക്ക്, നോ, ഹൗ കൻ യു ഡിഫെയിം രാജാ രവിവർമ്മ ആൻഡ് സോ ഓൺ. പക്ഷെ നടന്നിട്ടുള്ളതാണ്. അതിൻ്റെ റെക്കോർഡ്സ് ഇപ്പം ഇവിടെ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ലക്കിലി ആ മർഡർ കേസ് പ്രസ്സിൽ 1860s ഒരുപാട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, UK വരെ അതിൻ്റെ റിപ്പോർട്ട്സ് പോയിട്ടുണ്ട്. അപ്പം ന്യൂസ് പേപ്പർ നാരറ്റീവ്സിൽ കൂടെ നമുക്കിത് കണ്ടുപിടിക്കാം. ഇറ്റ്സ് ക്വൈറ്റ് എ ഫണ്ണി സ്റ്റോറി. അത് ഒറിജിനലി കഥയിൽ വന്നത് രവിവർമ്മയുടെ മദർ ഇൻ ലോയുടെ ഒരു സെർവൻറ്റിനെയാണ് കൊന്നത്. അത് കൊന്നത് എങ്ങനെയാണ്? വലിയൊരു ചക്ക എടുത്ത് വയറ്റത്തടിച്ച് അങ്ങനെയാണ് കൊന്നത്. സോ ഇറ്റ് വാസ് ദ ജാക്ക് ഫ്രൂട്ട് മർഡർ ഓഫ് 1862. അപ്പം when you find small details like that, you find you feel the urge to put it down in the book and include it, because again, you're discovering something new. It's a murder, it's not something very fancy or nice, but even so, since Ravi Verma is such a big part of the book, I thought it should be included. Pinne kaazhapadu of the people, again, the more you read, the more aware you are. Certain changes come through, but otherwise nothing particular. മിക്കവാറും എല്ലാ സ്റ്റുഡൻസിനും, സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ബാലികേറമലയാണ്, ഇത്തിരി പ്രയാസമുള്ള ഒരു സബ്ജക്റ്റാണ്. ആൻഡ് നമ്മളത് വളരെ പെട്ടെന്ന് ഇക്വേറ്റ് ചെയ്യുന്നത് കാണാപാഠമായിട്ടാണ്. യു ജസ്റ്റ് മഗ് അപ്പ് ഫോർ യുവർ എക്സാം, ബസ്, ദാറ്റ്സ് ഇറ്റ്. സോ വാസ് ഇറ്റ് ലൈക്ക് ദാറ്റ് ഫോർ യു? ആൻഡ് ഐ അസ്യൂം ഇറ്റ് വാസ് നോട്ട്, ബട്ട് സ്റ്റിൽ, ഇഫ് ദർ ഇസ് എനിത്തിങ് യു കുഡ് സജസ്റ്റ്, നമ്മൾ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന രീതിയിൽ ഒരു വ്യത്യാസം മനുവിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വാട്ട് വുഡ് ഇറ്റ് ബി? I think we should just look around us. ഈ ടെക്സ്റ്റ് ബുക്സിനോടുള്ള റിലയൻസ് കുറച്ച് നിർത്തണം. And just look around us and start asking questions about things around us. നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന തിരുവനന്തപുരത്തിൻ്റെ ഇപ്പോഴത്തെ current shape, it's because of history that it's taken its current shape. Why am I wearing trousers and a shirt? There is history explaining this. When we go to, ഇപ്പം ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്, വൈ എം ഐ സ്പീക്കിംഗ് ഇംഗ്ലീഷ്? 1835 വരെ പേർഷ്യൻ ആയിരുന്നു ഇന്ത്യയുടെ ലിങ്ക് ലാംഗ്വേജ്. അപ്പം ട്രാവൻകോറിൽ നിന്ന് ബ്രിട്ടീഷ് ഗവർണർ ഇൻ മദ്രാസിന് ഒരു കത്ത് പോവുകയാണെങ്കിൽ അത് മലയാളത്തിലല്ല പോകുന്നത്, ഇംഗ്ലീഷിലല്ല പോകുന്നത്, പേർഷ്യനിലാണ് പോകുന്നത്. ആ പേർഷ്യൻ ബ്രിട്ടീഷുകാർ വന്ന് മാറ്റിയില്ലിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ കോൺവെർസേഷൻ ഇപ്പം പേർഷ്യനിലായിരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ എവറിഥിങ് ഹാസ് സം ഹിസ്റ്റോറിക്കൽ ബേസിസ് ടു ഇറ്റ്. ദ ഫൗണ്ടേഷൻ ഓഫ് അവർ പ്രസന്റ് is basically set by history. So once you start looking at history like that, something that explains everything in our present, from the clothes we wear, the language we speak, the food we eat, the gods we worship. എത്രയോ ദൈവങ്ങളെ നമ്മൾ മറന്നുപോയിട്ടുണ്ട്. പണ്ട് ഞാൻ പറഞ്ഞില്ല, ഈ കള്ളും കൊടുത്ത് കുരുതി കൊടുക്കുന്ന ദൈവങ്ങളുണ്ടായിരുന്നു. അവരിപ്പോൾ ആർക്കും വേണ്ട, അതൊക്കെ മാറ്റി ഇപ്പം എല്ലാം പാലഭിഷേകവും ഒരു പുതിയ ടൈപ്പ് ഓഫ് ദൈവങ്ങളെയാണ് ചെയ്യുന്നത്. അവരെ അങ്ങ് മാറ്റി നിർത്തിയേക്കണം. So we've forgotten gods also, we've forgotten people, we've forgotten heroes who don't fit our current political ideologies or needs and so on.
സോ യു ജസ്റ്റ് ഹാവ് ടു ക്വസ്റ്റ്യൻ എ ലിറ്റിൽ ബിറ്റ്. എന്ത് അല്ലെങ്കിൽ ഇത് എങ്ങനെ ഇങ്ങനെ ഉണ്ടായെന്നുള്ള ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്താൽ തന്നെ വിൽ ഹാവ് എൻ ഇൻട്രസ്റ്റ് ഇൻ ഹിസ്റ്ററി ഇൻ പീപ്പിൾ. പിന്നെ ജസ്റ്റ് ദ ഫാക്ട് ദാറ്റ് ദെർ ആർ സോ മെനി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. എൻ്റെ ഫേവറേറ്റ് ഒരു സ്റ്റോറി ഞാൻ പറയാറുള്ളത് തഞ്ചാവൂരിലെ ഒരു ഇത് ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ 18th century ഛത്രപതി ശിവാജി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇപ്പം എല്ലാവരും പറയുന്നത് ഹി വാസ് എ പ്രൊട്ടക്ടർ ഓഫ് ദ ഹിന്ദു ഫെയ്ത്ത് എന്നൊക്കെയാണ്. ശിവാജിയുടെ നേരെ നെഫ്യൂ എന്ന് വെച്ചാൽ ഹിസ് ബ്രദർ എക്കോജി, അയാളുടെ മകൻ തഞ്ചാവൂരിലെ രാജാവാണ്. ഇന്ന് നമ്മൾ മൾട്ടി കൾച്ചറലിസം എന്നൊക്കെ വേർഡ്സ് യൂസ് ചെയ്യും. തഞ്ചാവൂർ 18th century രാജാവ് മഹാരാഷ്ട്രീയനാണ്, പ്രജ തമിഴരാണ്, കോർട്ട് ലാംഗ്വേജ് തെലുഗാണ്. എന്നിട്ട് രാജാവിൻ്റെ ആർമിയിലിരിക്കുന്നത് അഫ്ഗാൻസും രാജ്പൂത്സും ബുന്ദേലാസും ഒക്കെയാണ്. ദാറ്റ്സ് ഓൾസോ മൾട്ടി കൾച്ചറൽ സെറ്റിംഗ്. എനിവേ ഈ ഷാഹു ഒരു പ്ലേ എഴുതും, അതിൻ്റെ പേരാണ് സതീദാന സുരംബു എന്ന് വെച്ചാൽ ടേക്ക് മൈ വൈഫ്, തെലുങ്കിനാണ്. എന്നിട്ട് ഇതിനകത്ത് നടക്കുന്നത് ബേസിക്കലി ഒരു ബ്രാഹ്മണൻ ഒരു അമ്പലത്തിൻ്റെ ഉത്സവത്തിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചേലായുടെ കൂടെ. പോകുന്ന വഴി ദൂരെ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ കാണും. അപ്പോൾ ഈ ബ്രാഹ്മൺ പറയും ഐ വോണ്ട് ടു ഗോ ഫ്ലേർട്ട് വിത്ത് ഹർ. അപ്പം ദ ഡിസൈപ്പിൾസ് ചെയ്ത് അയ്യോ അല്ല, താങ്കൾ വലിയ പണ്ഡിതനാണ്, ഇങ്ങനെയൊന്നും പോകരുത് കണ്ട സ്ത്രീകളുടെ പുറയിൽ. അയാൾ പറഞ്ഞു വേണ്ട, എനിക്ക് വേദപുസ്തകത്തിലെ ഇറ്റേണൽ ബ്ലിസ് അല്ല, എനിക്ക് ഈ സ്ത്രീയെ ഇപ്പം കാണുന്നതിൻ്റെ ഇമീഡിയറ്റ് ബ്ലിസ് ആണ് വേണ്ടത്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇയാൾ ആ സ്ത്രീയുടെ അടുത്ത് പോകും. സ്ത്രീ തിരിച്ചു വരുമ്പം ഷീസ് ആക്ച്വലി ഫ്രം ഐ തിങ്ക് ലെതർ വർക്കർ ഓർ എ കോബ്ലർ കാസ്റ്റ്, ബേസിക്കലി ഒരു ദലിത് കമ്മ്യൂണിറ്റിയിലെ സ്ത്രീയാണ്. അവർ പറഞ്ഞു അയ്യോ തലവേദന, ഇയാൾ എന്തിനാ ഇപ്പം വന്നേക്കുന്നത്. അപ്പോൾ ആദ്യം അവർ പറഞ്ഞു ഞാനൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്, അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ പോയിക്കോളൂ ഇവിടെ നിന്ന്. അയാൾ പറഞ്ഞു വേണ്ട വേണ്ട, ബ്രാഹ്മണന്മാർക്ക് ഭൂമി കൊടുക്കുന്ന പോലെ ഗിവ് മീ യുവർ ലോയൻസ്. അപ്പോൾ അവർ വിചാരിച്ചു ഈ എക്സ്ക്യൂസ് വർക്ക് ചെയ്യുന്നില്ല, ലെറ്റ് മീ കം അപ്പ് വിത്ത് എ ഡിഫറെൻറ്റ് എക്സ്ക്യൂസ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ശുദ്ധതയില്ല, താങ്കൾ ബ്രാഹ്മണനല്ലോ, ഞങ്ങൾക്ക് ശുദ്ധതയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു അല്ല നോക്കൂ, ഇതൊക്കെ ചുമ്മാ ഉണ്ടാക്കി വെച്ച റൂൾസ് ആണ്, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. ഫൈനലി ഈ സ്ത്രീ പറയുന്നത് എന്താണ്, ഞാൻ കള്ളും കുടിക്കും ബീഫും കഴിക്കും, അതുകൊണ്ട് താങ്കൾ എൻ്റെ അടുത്ത് വരരുത്. ബ്രാഹ്മണൻ ഉത്തരത്തിൽ പറയുന്നത് എന്താണ്, ഹി സേസ് I only worship the cow, you eat the whole cow, you must be purer than me. ഞാൻ പശുവിനെ പൂജിക്കുന്നു, നിങ്ങൾ പശുവിനെ കഴിക്കുവാണ്, എന്നെക്കാട്ടി ശുദ്ധത നിങ്ങൾക്കാണ്. ഇന്നൊരാൾക്ക് ഇങ്ങനത്തെ ഡയലോഗ് എഴുതാൻ പറ്റില്ല, കാരണം വല്ലവരും വന്ന് കല്ലെറിയും. പക്ഷേ 18th century ഛത്രപതി ശിവാജിയുടെ നേരെ അനന്തരവന് ഇത് എഴുതാൻ പറ്റുമായിരുന്നു. സോ വാട്ട് ഡസ് ദാറ്റ് ടെൽ യു നോ അബൌട്ട് കോൺഫിഡൻസ്, അബൌട്ട് ഹ്യൂമർ? ഇത് അമ്പലങ്ങളിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലേ ആണ്. ഒരു അമ്പലത്തിനകത്ത് തന്നെ കാസ്റ്റ് സിസ്റ്റമിനെ പാരഡി ചെയ്യുന്ന, കളിയാക്കുന്ന രീതിയിൽ ബീഫിനെ പറ്റി സംസാരിക്കുന്ന ഒരു പ്ലേ 18th century ശിവാജിയുടെ നെഫ്യൂ എഴുതിയതാണ്. ആൾക്കാർ വിശ്വസിച്ചിട്ടില്ല, പക്ഷേ ദിസ് ഇസ് ദ റിയാലിറ്റി. സോ ഹിസ്റ്ററി ഈസ് ഫുൾ ഓഫ് സ്റ്റോറീസ് ലൈക്ക് ദിസ്. If we just learn to identify the stories, history becomes more interesting. And people like me try to do that. So, see, ഇപ്പോൾ ഈ വ്യാജസഖ്യങ്ങളിലും കൊട്ടാരത്തിൻ്റെ മതിലുകൾക്ക് പുറത്തുള്ള പ്രൈസിങ്സും സ്ട്രഗിൾസും ഒക്കെ യു ഹവ് മെൻഷൻഡ്, ആയില്യം പെരുന്നാളിനെ പറ്റിയിട്ടുള്ള ചാപ്റ്ററിലും ഒക്കെ ഇറ്റ് ഇസ് ദെയർ. പക്ഷേ ഓക്കെ, ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ക്രിട്ടിക്കൽ റീഡിങ് ഓൺ മൈ പാർട്ട്. എന്നാൽ പോലും എന്താ ഇവരുടെ, അതായത് ഈ റോയൽസിൻ്റെ ഒരു സോ കോൾഡ് എൻലൈറ്റൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടല്ലോ, അത് ഒരു ഇത്തിരിയൊക്കെ ഒരു വാക്യൂമിൽ നിൽക്കുന്ന പോലെ, മേ ബി ബിക്കോസ് ഇതിൻ്റെ ഒരു നറേറ്റീവിനോട് ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് സ്വല്പം ഒരു വാക്യൂമിൽ നിൽക്കുന്ന ഒരു ഫീൽ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. അത് ആക്ച്വലി ഐ വുഡന്റ് കോൾ ഇറ്റ് എൻലൈറ്റൻഡ്. പീപ്പിൾ യൂസ് ടു കോൾ ഇറ്റ് എൻലൈറ്റൻഡ്. എനിക്ക് ക്ലിയർ ആണ്, ഇത് സെൽഫ് ഇൻട്രസ്റ്റ് ആണ്, അവരുടെ പൊളിറ്റിക്കൽ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇപ്പം 1936 ചിത്രതിരുനാളുടെ ക്ഷേത്ര പ്രവേശന വിളംബരം, അത് രാജാവ് രാവിലെ എണ്ണിച്ച ഒരു പ്രജയ്ക്ക് ഒരു വലിയ ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ ചെയ്തതല്ല. ഡെക്കേഡ്സിന് വേണ്ടി ഈഴവ സമുദായം ആജിറ്റേറ്റ് ചെയ്ത് അവസാനം ഒരു ലാർജ് ചങ്ക് ഓഫ് ട്രാവൻകോർ സൊസൈറ്റി ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകും എന്നുള്ള പേടി വന്നപ്പോഴാണ് രാജാവ് അത് ചെയ്തത്. രാജാവിൻ്റെ വലിയ ഫിയർ എന്താണ്, ട്രാവൻകോർ ഇസ് എ ഹിന്ദു സ്റ്റേറ്റ്. അപ്പോൾ ഹിന്ദുസിൻ്റെ സംഖ്യ കുറഞ്ഞ പിന്നെ എങ്ങനെയാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ നാട് എന്ന് പറയാൻ പറ്റുന്നത്? അതുകൊണ്ടാണ് രാജാവ് ചെയ്തത്. സോ എവറിത്തിങ് ദേ ഡൺ, സ്കൂൾ പണിയുന്നതും ഹെൽത്ത് കെയർ ചെയ്യുന്നതും, ഇറ്റ്സ് നോട്ട് നെസസറിലി ബിക്കോസ് ദേ ബിലീവ് ഇൻ ഇറ്റ്. ഒരു റോബിൻ ജെഫ്രിയുടെ പുസ്തകത്തിൽ ഒരു കഥയുണ്ട്. ട്രിവാൻഡ്രത്തെ ആദ്യത്തെ കോളേജ് ആയില്യം തിരുനാളുടെ കാലത്ത് 1860s അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടപ്പം രാജാവ് വന്നു, കോളേജ് നല്ലതാണ്, വിദ്യാഭ്യാസം നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടു. പക്ഷെ തിരിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബ്രദർ ഇൻ ലോ എന്ന് പറയുന്നതാണ്, തമ്പി ഐ ജസ്റ്റ് ലേഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഫോർ അനാക്കി എന്ന് വെച്ചാൽ ഇതേ കോളേജിൽ ഇനി കുട്ടികൾ പോയി പുതിയ ഐഡിയാസ് പഠിച്ച് എന്നെ തന്നെ വന്ന് ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം വരും. ഐ എം അവെയർ ഓഫ് ഇറ്റ്. പക്ഷെ ആ സമയത്ത് ഫോർ ഹിസ് സെൽഫ് ഇൻട്രസ്റ്റ് ഹി നീഡഡ് ടു ഡു ഇറ്റ്. എൻലൈറ്റൻമെന്റ് എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്യത്തില്ല, ഫോർ ദ സിമ്പിൾ റീസൺ ദാറ്റ് ഇറ്റ് ഇസ് സെൽഫ് ഇൻട്രസ്റ്റ്. ഇവരൊക്കെ പൊളിറ്റിക്കൽ ഫിഗേഴ്സ് ആണ്,
പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് എല്ലാം ഇവർ ചെയ്തിട്ടുള്ളത്. അല്ലാതെ എന്തോ ഒരു ഓൾട്രുയിസ്റ്റിക് ആയിട്ടുള്ള എൻലൈറ്റൻഡ് രീതിയിൽ നന്മ കാണിക്കണം എന്നുള്ള രീതിയിൽ പൊതുവെ ചെയ്തിട്ടില്ല. ഇറ്റ്സ് ഓൾ ഇൻറ്റൻഡഡ് വിത്ത് പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ചും ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സ്ട്രഗിൾ ഓഫ് ദി ഓവർലുക്ക് മാസസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. സോ ദ വേ യു ടെൽ തിങ്സ്, ഡു യു സീ യുവർ സെൽഫ് ആസ് ബീയിങ് ഇൻ ഓപ്പോസിഷൻ ടു ഹവാർഡ്സിൻ അല്ലെങ്കിൽ ഈവൻ മാർക്സ് ഹിംസെൽഫ്? ആ ഒരു പെർസ്പെക്റ്റീവ് ഇല്ല, it's just that there are different ways of looking at the same subject. No, everything is not class struggle. Class struggle is one way of looking at everything, but there are other ways of also looking at the same thing. നമ്മൾ ഒരേ കാഴ്ചപ്പാടിൽ കൂടെ എല്ലാത്തിനെയും നോക്കിക്കൊണ്ടിരുന്നാൽ പിന്നെ അതിനൊരർത്ഥം വരത്തില്ല. ഫോർ എക്സാമ്പിൾ, ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഹിസ്റ്ററി ഇസ് അബൌട്ട് പ്രോസസ്സസ്. ഇൻഡിവിജ്വൽസിനെ പറ്റിയല്ല, പ്രോസസ്സസിനെ പറ്റിയാണ്. ദാറ്റ് ആർ ഔട്ട്സൈഡ് എനി വൺ ഇൻഡിവിജ്വൽസ് കൺട്രോൾ. പക്ഷെ ആക്ച്വലി ഇൻഡിവിജ്വൽസ് ഓൾസോ മാറ്റർ. വി ആർ ലിവിംഗ് ഇൻ എ ടൈം വെൻ വി ഹാവ് എൻ ഓവർ ഡോമിനന്റ് പ്രൈം മിനിസ്റ്റർ. അത് ഒരു ഇൻഡിവിജ്വലും അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ് മാൻ ക്ലിയർലി മേക്ക് എ ഡിഫറൻസ് ദേ. അത് ആ പാർട്ടിയുടെ അല്ല. ദർ ഇസ് സംതിങ് അബൌട്ട് ദി ഇൻഡിവിജ്വൽ ദാറ്റ് മാറ്റേഴ്സ് ദേ, ദാറ്റ് നീഡ്സ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ്. Sometimes the people in power make all the difference versus the processes around them. They can subvert processes. Thiruvananthapuramile Marthandavarma is the katha then begins with that. He is somebody who subverts everything and begins something new that gives him greater authority and power. Appo enikku interest actually adinathana, the edifices of power, how they are constructed and how they ultimately collapse. And aditya pusthakam adu thaneyanu, how this Marthandavarma builds up Travancore and how by 1947 the Raja himself is facing threats of assassination. പോയി അതോടെ തിരുവിതാംകൂറുടെ ആ ഫംഗ്ഷൻ. ഐവറി ത്രോണും ഫാൾസ് അലൈസ് ഇതെല്ലാം വളരെ പേഴ്സണൽ ഇൻറ്റിമേറ്റ് പിക്ചേഴ്സ് ഓഫ് ഇറ്റ് സബ്ജക്ട്സ്, അങ്ങനെയാണ് അത് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഇത്രയും ഗവേഷണമൊക്കെ നടത്തിയപ്പോൾ ഒരു പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പീപ്പിൾ, അല്ലെങ്കിൽ ഡിഡ് യു ഫൈൻഡ് ദറ്റ് ഒരു പേഴ്സണൽ ലെവലിൽ ഇതുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഡിഡ് യു ഫീൽ ലൈക്ക് ഹൂ വർ യു ഫാസിനേറ്റഡ് ദ മോസ്റ്റ് വിത്ത്? ആക്ച്വലി നമ്മളെ ഓരോ റെക്കോർഡ്സ് ഒക്കെ വായിക്കുമ്പോൾ ഒരുപാട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് രാവിലെ വേറെ ഒരാളൊരു കഥ പറയുമായിരുന്നു. ഏർലി 1800s ഈ സ്വാതന്ത്ര്യ തിരുനാളിൻ്റെ ഒക്കെ മുമ്പിൽ ഇപ്പം തിരുവിതാംകൂറിലെ രാജാവ് എന്ന് പറഞ്ഞാൽ പത്മനാഭദാസൻ വളരെ സാത്വികനായ മനുഷ്യൻ എന്നുള്ള ഒരു ഐഡിയ ആണ്. ഈ അന്നത്തെ രാജാവ് അവിട്ടം തിരുനാൾ എന്നാണ് പേര്. ഹി ഗോസ് ടു സീ ദ ബ്രിട്ടീഷ് റെസിഡന്റ് മക്കോളെ. എൻ്റെ മക്കോളയുടെ ടേബിളിൽ നല്ലൊരു ബ്രാൻഡിയുടെ കുപ്പി ഇരിപ്പുണ്ട്. ഇപ്പം പത്മനാഭദാസന് നാട്ടുകാരുടെ മുമ്പ് വെച്ച് കുപ്പി എടുത്ത് കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇറങ്ങുന്ന നേരത്ത് അദ്ദേഹം എടുത്ത് അതിനെ അദ്ദേഹത്തിൻ്റെ ആ റോബിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് റെസിഡന്റിനോട് പറയുന്നു, ഞാൻ ഇത് വീട്ടിൽ പോയിട്ട് കുടിക്കാം, ഇവിടെ ആൾക്കാരുടെ മുമ്പിൽ കുടിക്കാൻ പറ്റത്തില്ല. ഇത് 200 വർഷം പഴക്കമുള്ള കഥയാണ്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പം ഇന്നും ഇറ്റ് കുഡ് ബി പോസിബിൾ. ഐ ഹാവ് സീൻ പീപ്പിൾ ഡൂയിങ് ഇറ്റ്, യുനോ. അതുപോലെ തന്നെ ഇറ്റ്സ് എ വെരി ഹ്യൂമൻ കണക്ഷൻ ദാറ്റ് എമേർജസ്. പിന്നെന്താണ്, സേതു ലക്ഷ്മിബായി 1920s അന്നത്തെ ജൂനിയർ റാണിയുടെ അവരും ഭർത്താവും തമ്മിൽ ചേരുന്നില്ലായിരുന്നു. അപ്പോൾ ഇവരോട് പറഞ്ഞു, മൂത്ത റാണിയോട് പറഞ്ഞു, ഇതാ എൻ്റെ ഭർത്താവിന് ഭ്രാന്ത, അദ്ദേഹത്തിനെ മാറ്റണം എന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു, ഇത് ഭ്രാന്തൊന്നുമല്ല, ഇത് വഴക്കാണ് നിങ്ങൾ തമ്മിൽ. എന്നിട്ട് ആ ഭ്രാന്താണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡോക്ടറിനെ അവർ ഭ്രാന്താശുപത്രിയുടെ ഹെഡായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് വിട്ടു. ഇയാൾ വന്നില്ലോ, റാണിയുടെ ഭർത്താവിന് ഭ്രാന്താണ്, അതുകൊണ്ട് ഇയാൾ ഇനി ഭ്രാന്തന്മാരെ നോക്കിയാന്ന് പറഞ്ഞ് ഭ്രാന്താശുപത്രിയിൽ പറഞ്ഞു വിട്ടു. ദർ ഇസ് എ ലോട്ട് ഓഫ് ഹ്യൂമർ, ദർ ഇസ് എ ലോട്ട് ഓഫ് ലൈക്ക് ഫൺ ദാറ്റ്സ് ഹാപ്പനിങ്. ദർ ഇസ് സംതിങ് സോ കോമിക്കൽ അബൌട്ട് ഓൾ ഓഫ് ദിസ്, ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഇവരൊക്കെ ഹ്യൂമൻ ബീങ്സ് ആണ്. നമ്മൾ ഒരുപാട് സോഴ്സസ് എടുത്ത് നോക്കുമ്പം നമുക്ക് സഡൻലി ഇതെല്ലാം ദേ സ്റ്റാർട്ട് ഷൈനിങ് ഔട്ട്, ദീസ് ലിറ്റിൽ സ്റ്റോറീസ്. സ്വാതന്ത്ര്യ തിരുനാളിനെ പറ്റി ഒരു റെക്കോർഡുണ്ട്. ബ്രിട്ടീഷ് റെസിഡന്റ് വന്ന് എന്തോ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ പൊളിച്ച് ഒരു ഉത്തരം കൊടുത്തത്. അത് പിടിച്ചില്ല ബ്രിട്ടീഷുകാർക്ക്, കാരണം അവർക്ക് മനസ്സിലായത് അവരോടുള്ള അവരെ ഒന്ന് അവരുടെ സ്ഥാനത്തിൽ ഇരുത്താനുള്ള ശ്രമമായി നടത്തുന്നത്. പിന്നെ ഒരു കേസിൽ സ്വാതന്ത്ര്യ തിരുനാൾ എന്തോ ഒരു മോശമായ ഒരു ഓർഡർ വന്നു. അതും ബ്രിട്ടീഷുകാർ പറഞ്ഞു ദർബാറിൽ അത് വായിച്ചേ പറ്റൂ. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം, മലയാളത്തിൽ വായിക്കണ്ട, കാരണം എൻ്റെ പ്രജയ്ക്ക് മനസ്സിലാവും, എനിക്ക് നാണം കെടും. അപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു, പറ്റില്ല, ഈ മലയാളത്തിലും വായിച്ചേ പറ്റൂ. അപ്പോൾ സ്വാതന്ത്ര്യ തിരുനാൾ പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അനുസരിക്കുന്നില്ല എന്നാവണ്ട, ഞാൻ മലയാളത്തിലും വായിക്കാം. അപ്പോൾ ഇംഗ്ലീഷിലും വായിച്ചു, മലയാളത്തിലും വായിച്ചു. പക്ഷെ മലയാളം വായിച്ച സമയത്ത് മലയാളം അറിയാവുന്ന എല്ലാവരും അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ടാണ് മലയാളത്തിൽ വായിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ കൊച്ചു 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 കഥകൾ നമ്മൾ ഒരുപാട് വായിക്കുമ്പം ദേ സ്റ്റാർട്ട് ഷൈനിങ് ഔട്ട് ഓഫ് ദ റെക്കോർഡ് ആറ്റ് യു ആൻഡ് യു സ്റ്റാർട്ട് റിയലൈസിങ് ദ ഹ്യൂമൻ സൈഡ് ഓഫ് ഓൾ ദിസ്. അങ്ങനെയാണ് നമുക്കൊരു പേഴ്സണൽ കണക്ഷൻ വരുന്നത്. ഇതിപ്പോൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ 1000 വർഷം മുമ്പാണേലും 500 വർഷം മുമ്പാണേലും അവസാനം ഇതൊക്കെ ചെയ്യുന്ന ആരാ? മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരുടെ ചില കോ പ്രിൻസിപ്പിൾസും വാല്യൂസും ഫീച്ചേഴ്സും ഒന്നും മാറുന്നില്ല. അപ്പം ബസവ
കർണാടകയിലെ 13th century 1200s എന്തോ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഒരു കവിത ചോദിക്കുന്നുണ്ട്, ഈ ബ്രാഹ്മിൻസ് ഇത്രയും സ്പെഷ്യൽ ആണെങ്കിൽ അവരെന്തോ വേറെ ബ്രഹ്മാവിന്റെ തലയിൽ കൂടാണല്ലോ, കോസ്മിക് പുരുഷന്റെ തലയിൽ കൂടാണ് ബ്രാഹ്മണന്മാർ തന്നെന്നാണ് പറയുന്നത്, ശൂദ്രർ കാലിന്ന്. അപ്പം ഫുലെ പറയുന്നുണ്ട് 19th centuryയിൽ ഇതേ ക്ലെയിമിൽ ജ്യോതിറാവ് ഫുലെ പറയുന്നുണ്ട് അതിന്റെ അർത്ഥം ഇവിടെ ഒരു ബർത്ത് കനാൽ ഉണ്ടോയെന്നാണ് ഭഗവാന്. ഫുലെ ചോദിക്കുന്നുണ്ട്. സെയിം ഡയലോഗ് കബീറിന്റെ പോയിട്രിയിൽ 500 വർഷം മുമ്പ് കിട്ടുന്നുണ്ട്. കബീർ സേസ് അതിന്റെ അർത്ഥം ഇതുപോലെ വേറെ എന്തെങ്കിലും ഒരു ബർത്ത് കനാൽ ഉണ്ടായിരുന്നോ എന്നാണ്. ഗോ ടു ദ 13th century, ബസവ സേസ് ദ സെയിം തിങ്. അപ്പം ഇത്രയും ഒരു ഓൾമോസ്റ്റ് 1000 year ഡിഫറൻസിൽ ഇവർ സെയിം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിച്ച് മീൻസ് വാട്ട്, ഇറ്റ്സ് ദ സെയിം ഹ്യൂമൻ സഫറിങ്, ദ സെയിം ഹ്യൂമൻ വാല്യൂസ്. ജനാബായ് എന്ന് പറഞ്ഞൊരു പോയിട്ടുണ്ട്, അഗൈൻ 800 years ago. അവരുടെ കവിത എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും വലിയ ഭക്തി, വലിയ ഇങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ന്. ഹർ കവിത ബിഗിൻസ് വിത്ത് ഗോഡ് ഡു മീ എ ഫേവർ, കിൽ മൈ മദർ ഇൻ ലോ. അത് സംതിങ് മേ ബി മെനി വിമൻ റിലേറ്റ് വിത്ത് ഈവൻ ടുഡേ. ഡു മീ എ ഫേവർ ആൻഡ് കിൽ മൈ സിസ്റ്റർ ഇൻ ലോ ഓൾസോ, ആൻഡ് വൈൽ യു ആറ്റ് ഇറ്റ് ടേക്ക് മൈ ഫാദർ ഇൻ ലോ ഓൾസോ. കാരണം അവർക്ക് വേണ്ട ഈ the pressure from the domestic life she has to lead. That she's saying 800 years ago. A lot of women will relate to it in 21st century India as well. അതാണ് ഹിസ്റ്ററി. മനുഷ്യന്മാരുടെ കഥയാണ് ഹിസ്റ്ററി. അപ്പം മനുഷ്യന്മാർക്ക് തോന്നുന്ന എല്ലാ ഫീലിങ്സും ഇമോഷൻസും അന്നുള്ളവർക്കും തോന്നിയിട്ടുണ്ട്, ഇന്നുള്ളവർക്കും തോന്നിയിട്ടുണ്ട്. അതർ ദാൻ ഹിസ്റ്ററി, ഓക്കെ, ഹിസ്റ്ററി ബുക്സ് തൽക്കാലം മാറ്റി നിർത്തി. നമ്മളിപ്പോൾ DC ബുക്ക് ഫെയർ ഒക്കെ ആണല്ലോ. സോ വാട്ട് കൈൻഡ് ഓഫ് എ റീഡർ ആർ യു? എന്ത് ബുക്സാണ് അതർ ദാൻ യുവർ റിസർച്ച് തിങ്സ് മനു വായിക്കുന്നത്? ഒരുപാട് വായിക്കാറുണ്ട് ആക്ച്വലി. ഫോർ ലെഷർ മോസ്റ്റ്ലി ഫിക്ഷൻ. കാരണം നമുക്കിപ്പം മോസ്റ്റ് ഓഫ് ദ ടൈം നോൺ ഫിക്ഷനും ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് ഓൾമോസ്റ്റ് ഒരു ജോലി പോലാണ്. ജോലിയുടെ ഭാഗമായിട്ട് വായിക്കുന്നുണ്ട്. പക്ഷേ രസത്തിന് വായിക്കുന്നത് യൂഷ്വലി ഫിക്ഷനാണ്. ഇപ്പം നോർമലി വെൻ ഐ ഗെറ്റ് ഓൺ എൻ എയർക്രാഫ്റ്റ് ഓർ സംതിങ് ഒരു ആഗത്ത ക്രിസ്റ്റി അല്ലെങ്കിൽ ഒരു PG വുഡ്ഹൗസ് എടുത്താണ് വായിക്കുന്നത്. പിന്നെ ഒരുപാട് ട്രാൻസ്ലേഷൻ, ബെന്യാമിൻ്റെ ഗുഡ് ഡേയ്സ് ഫോർ എക്സാമ്പിൾ, മീരയുടെ പുതിയ പുസ്തകം, അങ്ങനത്തെ ലോട്ട്സ് ഓഫ് ബ്രില്യൻറ്റ് ട്രാൻസ്ലേഷൻസ് കമ്മിങ് ഔട്ട്. അതൊക്കെയാണ് എൻ്റെ സ്വന്തം ഒരു ഇൻട്രസ്റ്റിനായിട്ട് വായിക്കുന്നത്. പിന്നുള്ള വായനയെല്ലാം ജോലിയോട് ബന്ധപ്പെട്ട വായനയാണ്. അത് ഒരു യുനോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ടാസ്ക്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വായിക്കുക, നോട്ട്സ് എടുക്കുക, എഴുതുക, അതാണ് ജോലി. സോ ഇറ്റ്സ് റീഡിംഗ് ഇസ് കമ്പാർട്ട്മെന്റലൈസ്ഡ് ആസ് എ റിസൾട്ട്. So I think we should come to the concluding question. Like you yourself said, ഈ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പലതും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഈവൻ ലൈക്ക് വി ജസ്റ്റ് ടോക്ക്ഡ് അബൌട്ട് അല്ലേ. ഇപ്പോൾ പോലും നമ്മളിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്, ലോകത്ത് നടക്കുന്നത്, കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഈ കുറച്ച് നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഹിസ്റ്ററി തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവുക പലപ്പോഴും. വൈ ഡു യു തിങ്ക് നമ്മളിപ്പോഴും ഇത്രയും ഹിസ്റ്ററി ഉണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ട് പാഠങ്ങളൊന്നും പഠിക്കുന്നില്ല? അത് മനുഷ്യന്മാരൊരു സ്റ്റുപ്പിഡ് റേസ് ആയതുകൊണ്ടാണ്. നമ്മൾ അവസാനം എല്ലാവരും പോയി കുഴിച്ചാടുവാണ്, പിന്നെയും. why is it that all empires rise and all empires collapse? ഈ എംപയേഴ്സ് കൊളാപ്സ് ആവുന്നത് പുറത്തുനിന്ന് ആരും വന്നൊന്നും ചെയ്തിട്ടില്ല. അകത്തുനിന്ന് തന്നെ DK വന്ന് അകത്തുനിന്ന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് കൊളാപ്സ് ആവുന്നത്. നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ സമയത്തും സെയിം പ്രശ്നങ്ങൾ വിന്നോ. കുറേ ആൾക്കാർ പറയും ഇതിങ്ങനെ ചെയ്യരുത്, അത് തന്നെ ചെയ്ത് അവസാനം കുഴി പോയി ചാടും. ഇപ്പം ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി ഒരുപാട് സെയിം ആൾക്കാർ പറയുന്നുണ്ട്. കൊച്ചിയിൽ ന്യൂസ് പോയി നോക്കിയാൽ മതി. വി കൻ സീ ക്ലൈമറ്റ് ചേഞ്ച് ഹാപ്പനിങ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. ഡു വി ഹാവ് എൻ ആൻസർ? നോ. നമ്മൾ പിന്നെ അതേപോലെ കൺസ്ട്രക്ഷൻ നടത്തുന്നു, അതേപോലെ ട്രീസ് വെട്ടുന്നു, അതേപോലെ ഒരു മൈൻഡ്ലെസ് ആയിട്ട് പോളിസി ഉണ്ടാക്കുന്നു. ഇറ്റ്സ് എ തിങ്. ദ വൺ കോൺസ്റ്റന്റ് ഇൻ ഹിസ്റ്ററി ഈസ് ഹ്യൂമൻ സ്റ്റുപ്പിഡിറ്റി. താങ്ക് യു മനു, ഇത്രയും സമയം നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിനും. Thank you for the questions, and I'm very sorry ആർക്കും ഇരിക്കാൻ ഇവര് സെറ്റപ്പ് ചെയ്തില്ലായിരുന്നു. മോൾ കാരണമാണ്. I think we'll have a book signing session after this. Over to Janvi. So I would like to thank Manu Pillai and Lakshmi Dinachandran on behalf of DC Books, Lulu, and everybody those who are present here. So we'll be definitely having a book signing session right after this. The corp itself. Thank you so much. Thank you. Hello. Yes.